എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഫുഡാണ് കേട്ടോ കഞ്ഞി. അതിന്റെ മെയിൻ റീസൺ എൻ്റെ മമ്മി തന്നെയാണ്. 9 മാസം എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കഞ്ഞിയും പയറും ചുട്ട ചമ്മന്തിയാ കഴിച്ചതെന്ന് മമ്മി പറയുന്നത്. ഇത് കഴിച്ചിട്ട് മമ്മി ഛർദ്ദിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അത് പോരാതെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ലെവിക്കുട്ടിന് കഴിച്ച ഫുഡ് ഇതൊക്കെ തന്നെയാണ്. അത് 39 വീക്ക് 3 ദിവസം അതും ഇതുപോലെ തന്നെ ഫുൾ ടൈം ഛർദ്ദിലായിരുന്നു കേട്ടോ ഞാൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞാലും പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ കഞ്ഞിയില്ലേ, അത് വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. പള്ളി കഴിഞ്ഞതിന് ശേഷം ആ കഞ്ഞിയും പയറും അച്ചാറും മോരുകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടുത്തം പിടിച്ചാലും മനസ്സെന്നറിയും വയറെന്നറിയും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ സെന്റ് ജെയിംസ് എൽത്തൻ ചർച്ചിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയി പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കൊക്കെ ദേ ഇപ്പൊ ബേബീസും ആയിട്ടുണ്ട്. ഞാൻ ചായ എടുക്കാൻ വേണ്ടി ബാക്കിലേക്ക്, അതായത് കിച്ചൺ സൈഡിലേക്ക് വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. കഞ്ഞി വിളമ്പുന്നത് തൊട്ട് പാത്രം കഴുകി ഉണക്കുന്നത് വരെ നമ്മുടെ സെന്റ് ജെയിംസിലെ ചേട്ടന്മാരങ്ങ് ഏറ്റെടുക്കും കേട്ടോ. അതാണ് ടീം വർക്ക്. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ സെന്റ് ജെയിംസ് ഫുഡ് ഉണ്ട്. ഞാൻ വരാൻ നേരത്തെ എപ്പോഴും ക്യാപ്ചർ ചെയ്യണമെന്ന് കരുതുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അതൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ എന്ന് കരുതി സെന്റ് ജെയിംസ് പെൺപുലികളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. അവർ അതുക്കും മേലെയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ബാസൽ ടൗണിലേക്കാണ്, മാമാസ് ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റിൽ. ഇവിടെ വന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല എടുക്കണം. വിഷു ഒക്കെ വരികയല്ലേ, പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് റീലിലൂടെ തന്നെ കാണാൻ കേട്ടോ. അങ്ങനെ ജാക്മിയുടെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ എടുത്തു. ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വന്ന് ജാക്മിയുടെ പെസാപ്പോ എടുത്തു. അതുകൂടാതെ UK-യിലുള്ള എല്ലാ മലയാളി സ്റ്റോറുകളിലും ജാക്മിയുടെ വിഷു സദ്യ എത്തിയിട്ടുണ്ട്. 5 പേരുടെ ഉണ്ട്, 2 പേരുടെ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ അബ്രാം ചേട്ടന്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക ഏതൊക്കെ ഷോപ്പിലാണ് അവൈലബിലിറ്റി ഉള്ളത് എന്നുള്ളത്. അവിടെ നേരെ ഞങ്ങൾ വന്നത് ഷെഫ് ജോമന്റെ വീട്ടിലേക്കാണ്. ജോസ് നെസ്റ്റ്. വീട്ടു നമ്പർ വേണ്ട, വീട്ടു പേര് തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ വീടാണിത്. പുതിയ വീട് മേടിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് നാളായിട്ട് വിളിക്കുന്നു, പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം ഒത്തത് ദേ ഇന്നാണ്. ഇതൊരു കിടക്കാച്ച സംഭവമാണ് കേട്ടോ. ഓരോ ഡ്രോ തുറക്കാൻ നേരത്തും ഓരോ വെറൈറ്റി തരം നട്ട്സും ചോക്ലേറ്റും പിന്നെ ലെവിക്കുട്ടിന്റെ ഫേവറേറ്റ് ജീരക മിഠായി ഉണ്ട്. ഇതെന്താന്ന് പറയാൻ പറ്റുമോ? ഇതൊരു കിടക്കാച്ച സംഭവം തന്നെയാണ്. ഈവനിങ് ടീ സ്നാക്സ് ആണ് കേട്ടോ ഇതൊക്കെ. പംകിൻ ആണിത്. ഇത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഞാൻ കരുതി പൊട്ടറ്റോ ആണെന്ന്, പക്ഷെ സ്പിനച്ചിന്റെ ഈ പംകിന്റെ ഒക്കെ സംഭവം വേറെ ലെവലായിരുന്നു. ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് തന്നെ ഷെഫ് ജോമോന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ടാക്കിയെന്നാണ് ലിൻജോ പറയുന്നത്. വെജിറ്റേറിയനിൽ തന്നെ ഇത്രയധികം വെറൈറ്റി ഡിഷസ് കാണിച്ച് ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഷെഫ് ജോമോൻ. എല്ലാം വേറെ ലെവൽ ടേസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ കൂടെ മാമാസ് ഇന്റർനാഷണൽ ഓണേഴ്സ് ആയിട്ടുള്ള റോഷൻ ബോയ് ഫാമിലി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു പള്ളി പോയി. അങ്ങനെ ഫൈനലി ഷെഫ് ജോമോന്റെ സിഗ്നേച്ചർ ഡെസേർട്ട് എത്തി. ഞങ്ങൾക്ക് വേണ്ടി ഗംഭീര വിരുന്നൊരുക്കിയ ഷെഫ് ജോമോൻ ആൻഡ് ഫാമിലി, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.